ടോക്കിയോ മുഴുവനും ഇങ്ങനെ ചുറ്റിക്കാണുമ്പോൾ വളരെ ജോളിയായിട്ട് തോന്നുന്നു. താങ്ക് യു കിക്കോ. നിങ്ങൾ എന്തിനാ എനിക്ക് താങ്ക് യു പറയുന്നത് മേയർ അങ്കിൾ? അയ്യോ, നീ കാരണമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ടോക്കിയോ ചുറ്റിക്കറങ്ങാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ആ സത്യ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇന്ന് ടോക്കിയോയിലുള്ള സ്റ്റേഡിയമില് സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ വരുന്ന ഓരോ അത്ലറ്റും തന്റെ ടാലന്റ് കാണിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ അതിൽ കിക്കോയും പങ്കെടുക്കാൻ പോവാണോ? അഥവാ അവൻ പങ്കെടുക്കുകയാണെങ്കിലേ അതിൽ ഞാനും പങ്കെടുക്കാൻ തയ്യാറാണ്. ഞാൻ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ല വന്നത്, അതൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്ന് കാണാനാ വരുന്നത്. ടോക്കിയോ സിറ്റിയുടെ ബെസ്റ്റ് അത്ലറ്റ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അവരാണ് നമ്മളെ എല്ലാവരെയും സ്പോർട്സ് ഡേക്ക് വേണ്ടി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമുക്കിന്ന് നാട് ചുറ്റിക്കറങ്ങാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കാണ്. ഫടാഫട്ട് ഇറങ്ങി വന്നില്ലേ? കാലക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം കിക്കോ നമ്മളെല്ലാരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയുകയായിരുന്നു. കിക്കോ, വാ നമുക്ക് ചെന്ന് നിന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാം. എന്നിട്ട് അവരുടെ ഒപ്പം ഒരു സെൽഫി എടുക്കാം. വേണ്ട ടോണി, ഇപ്പൊ വേണ്ട. അവരുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യാം. ഇപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ഹലോ കിക്കോ, എന്റെ പേര് ഫിറ്റോഷെ. ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഹലോ ജി, ഐ ആം എ ടെമ്പോ അണ്ണ. ഞങ്ങൾ ആരും നിങ്ങളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, എന്നാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനാണ് ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ വൈസ് ചെയർമാൻ. പിന്നെ ഇദ്ദേഹമാണ് ഈ സ്റ്റേഡിയത്തിന്റെ കെയർ ടേക്കർ ചോക്കി. ഈ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുതൽ സെക്യൂരിറ്റി വരെ ഇദ്ദേഹമാണ് എല്ലാം നോക്കുന്നത്. ഹലോ ഫുട്ടോഷി ആൻഡ് ചോക്കി അങ്കിൾ, നിങ്ങളെ കണ്ടതിൽ എനിക്കും വളരെ സന്തോഷം. അദ്ദേഹമാണ് മിസ്റ്റർ അക്കീട്ടോ, ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ. പക്ഷേ സ്പോർട്സ് അക്കാദമിയിലെ ചെയർമാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ആവശ്യം എന്താ ഉള്ളത്? അതെന്താന്ന് വെച്ചാല് ടോക്കിയോ സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ വളരെ പവർഫുൾ ആയ ഒരാളാണ്. സ്പോർട്സിൽ ചെലവാകുന്ന ഒരുപാട് കാശ് കളക്ട് ചെയ്തിട്ട് ചെലവ് ചെയ്യുന്നതിൽ തുടങ്ങി പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് വരെ അദ്ദേഹമാണ്. പക്ഷേ ഇത് വെറും പവർഫുൾ അല്ല, ഭയങ്കര പവർഫുൾ ആണ്. വെരി വെരി പവർഫുൾ. എന്നാല് ഞാൻ അല്പം കഴിച്ചോട്ടെ. ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവും. നിങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിൽ ചെന്നിരിക്കുക. ഞാൻ മിസ്റ്റർ ചെയർമാൻ അക്കീട്ടോട് അടുത്ത് ചെന്ന് ഇരിക്കാൻ പോവുകയാണ്. ചോക്കി, നീ ഇവരെല്ലാവരും നല്ലോണം നോക്കിക്കോണം കേട്ടോ. ടോക്കിയോ സിറ്റിയിലെ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സിറ്റിയിലെ 3
ബെസ്റ്റ് അത്ലറ്റ്സ് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഡാർജോ ഷോട്ട് പുട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഐസ് ആൻഡ് ഡിസ്കസ്ഡ്, പിന്നെ ഹീറോ ജാവലിൻ. ഈ 3 പ്ലേയേഴ്സും എല്ലാവരും അവരവരുടെ ഗെയിമിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് ഇന്ന് ഇവർ 3 പേരും ഒന്നിച്ച് ചേർന്ന് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കുന്നു. അതായത് ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, പിന്നെ ജാവലിൻ ത്രോ. അത് ഒരേ സമയത്ത് ഇവർ എറിയാൻ പോവുകയാണ്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. തീർച്ചയായും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. ഈ പുക കാരണം എനിക്ക് ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 375 അപ്ലൈ ചെയ്യ്. സ്റ്റേഡിയത്തിനകത്ത് പുക ഇല്ലാതാക്ക്. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 375. ഓടിക്കോ. ആ 3 അത്ലറ്റ്സും എങ്ങോട്ടാ പോയത്? കിക്കോ, ചെയർമാൻ പിന്നെ വൈസ് ചെയർമാൻ അവരെ കാണുന്നില്ല. അയ്യോ അയ്യോ അയ്യോ, അവര് രണ്ടുപേരെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, വേഗം ആ കാറിനെ ഫോളോ ചെയ്യേ. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ. ഇത് ഫുട്ടോഷി അങ്കിളുടെ ശബ്ദമാണല്ലോ. പക്ഷേ ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? എന്റെ കയ്യിൽ അല്പസമയത്തിനുള്ളിൽ സ്ലിപ്പാവുമെന്ന് തോന്നുന്നേ. എങ്ങനെയെങ്കിലും എന്നെ പെട്ടെന്ന് രക്ഷിക്കൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 230. ഓക്കെ ബഡി.
ഫുട്ടോഷി അങ്കിൾ, അക്കിറ്റോ അങ്കിൾ എവിടെയാ ഉള്ളത്? കിക്കോ, കിഡ്നാപ്പേഴ്സ് എന്നെയും മിസ്റ്റർ അക്കിറ്റോയെയും 2 വേറെ വേറെ കാറുകളിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. എന്റെ കാറിൽ 4 കിഡ്നാപ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ വണ്ടി ദേ അവിടെ വീണ് കിടക്കാണ്. നിങ്ങൾ മാത്രം ആ കാറിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? കാറാ കുഴിക്കകത്ത് വീഴുന്നതിന് മുമ്പ് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് എടുത്ത് ചാടി. മരത്തിൽ പിടിക്കുകയും ചെയ്തു. അതിനു മുമ്പ് കിഡ്നാപ്പേഴ്സ് പാരാഷൂട്ടിൽ എടുത്ത് ചാടി. അവർ വളരെ സേഫായി ആ താഴ്വരയിൽ ചെന്ന് ഇറങ്ങി എസ്കേപ്പ് ആയി. അവരുടെ കാറാ കുഴിക്കകത്ത് വീണ് ചിന്ന ഭിന്നമായി ചിതറിപ്പോയി. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അക്കിറ്റോ അങ്കിളിനെ ആരാ കിഡ്നാപ്പ് ചെയ്തേ? കീക്കോ, എനിക്ക് തോന്നുന്നത് ആ അക്കീറ്റോ അങ്കിൾ ഹെലികോപ്റ്ററിൽ ഉണ്ടെന്നാണ്. വരൂ, നമുക്ക് ചെന്ന് അയാളെ ഫോളോ ചെയ്ത് നോക്കാം. എന്റെ ഓട്ടോ റിപ്പയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഹലോ, ഹാ പറയ്. ശരി, പിടിച്ചു വെച്ചേക്ക്. ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. ചെയർമാനെ കിഡ്നാപ്പ് ചെയ്തവരെ പിടിയിലായി കഴിഞ്ഞു. വേഗം വാ, നമുക്ക് അവരെ ചോദ്യം ചെയ്യാം. എന്നിട്ട് ചെയർമാനെ രക്ഷിക്കാം. അക്കിറ്റോ അങ്കിളിന്റെ കിഡ്നാപ്പേഴ്സ് ആരാണ്? അയ്യോ, ഇവന്മാര് തന്നെയാ. ഇവരോ? പക്ഷെ ഇവരെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവരെ ആരെ പിടിച്ചോണ്ട് വന്നത്? ലോകത്ത് ആര് എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. അതൊരു കടങ്കഥ പോലെയാണ്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇവന്മാര് 3 പേരും ബോംബ് ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം എസ്കേപ്പ് ആയിരിക്കുക. പിന്നെ നമ്മുടെ സാറാണ് വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇവന്മാരെ സാഹസികമായി പിടികൂടിയത്. ഇല്ല കീക്കോ, ഞങ്ങൾ ഒരു ബോംബ് ബ്ലാസ്റ്റും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത്? സാറേ, ഞങ്ങളത് കണ്ടപ്പോ പേടിച്ചുപോയി. അതുകൊണ്ട് അവിടെ വിട്ട് ഓടിപ്പോയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഞങ്ങൾ എന്തിനാ ചെയർമാൻ സാറിനെ കിഡ്നാപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ജയിലിലേക്ക് പോയതിനു ശേഷം അതിനുള്ള ഉത്തരം പറഞ്ഞേക്കും. ഗാർഡ്സ്, ഇവന്മാരെ അറസ്റ്റ് ചെയ്യ്. ഒരു മിനിറ്റ് ഫുട്ടോഷി അങ്കിൾ, അവര് പറഞ്ഞത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊരു സിമ്പിൾ കേസാണ് കിക്കോ. ഇവരാദ്യം തന്റെ ഷോർട്ട് പുട്ട്, ഡിസ്കസ്, ജാവനിൽ ബോംബ് ഫിക്സ് ചെയ്തിരിക്കുക. പിന്നെ സ്റ്റേഡിയം ബ്ലാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സന്ദർഭം നോക്കി ഇവന്മാരുടെ ആളുകള് ചെയർമാൻ സാറിനെ നൈസായി കടത്തിക്കൊണ്ട് പോയിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ആ ബ്ലാസ്റ്റായ സ്ഥലമൊന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, ഞാൻ ആ 3 തിങ്സും സ്കാൻ ചെയ്തു. പക്ഷെ അതിലൊന്നും ബോംബ് വെച്ചതിന്റെ അടയാളം പോലുമില്ല. മറ്റൊരു കാര്യം, ഒരു പ്രാവശ്യം ഈ ഗ്രൗണ്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ബോംബുകൾ സ്പോർട്സ് വെപ്പണിലല്ല, ഗ്രൗണ്ടിനടിയിലാ ഉള്ളത്. ആരോ ഗ്രൗണ്ടിനടിയിൽ ലാൻഡ് മൈൻസ് ഫിക്സ് ചെയ്തിരിക്കുക. ഒരു വാക്കിൽ പറയണമെങ്കിൽ വൈ? കാരണം അവര് 3 പേരും അവരുടെ പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുമ്പോൾ അവര് പൊട്ടിച്ചിതറും. ആ മൈൻസിനെ ആരോ ഇവിടെ നേരത്തെ കുഴിച്ചു മൂടിയിരിക്കുക. ഇവരെല്ലാരും ഷോർട്ട് പുട്ട്, ഡിസ്ക്, ജാവലിൻ ത്രോ എറിഞ്ഞില്ലേ? അപ്പൊ അത് വന്ന് തട്ടിയതും ലാൻഡ് മൈൻസ് പൊട്ടിത്തെറിച്ചു. ആ ബ്ലാസ്റ്റ് ഒരു കാരണമാക്കി ആരോ അക്കിറ്റോ അങ്കിളിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുക. പക്ഷേ കീക്കോ, കിഡ്നാപ്പർ കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ലാൻഡ് മൈൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലത്താണ് അത്ലറ്റ്സ് ചെല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം കിഡ്നാപ്പറിന് എങ്ങനെ മനസ്സിലായി? എത്ര ദൂരം എറിയുമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? കാരണം കിഡ്നാപ്പേഴ്സിന് അത്ലറ്റ്സിന്റെ പവർ നന്നായി അറിയായിരിക്കും. ഈ ഗ്രൗണ്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. ചെയർമാൻ സാറിനെ ആരായിരിക്കും കടത്തിക്കൊണ്ട് പോയത്? അവരെന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അതിനേക്കാളും പ്രധാനം എന്താണെന്നറിയോ? നമ്മൾ അക്കിറ്റോ അങ്കിളിനെ സേഫ് ആയിട്ട് രക്ഷിച്ചേ പറ്റൂ. വാ സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടൻ തന്നെ അക്കിറ്റോ അങ്കിളിനെ അന്വേഷിക്കാം. ഓൾ റൈറ്റ് ബ്രോ, ലെറ്റ്സ് ഗോ. കീക്കോ, നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഫുട്ടോഷി അങ്കിളിനെ കിഡ്നാപ്പേഴ്സ് ഈ കാറിലാണ് തട്ടിക്കൊണ്ടുപോയത്. വാ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 230 അപ്ലൈ ചെയ്യ്. എന്നിട്ട് അക്കിറ്റോ അങ്കിളിനെ തേടി നോക്കാം. ഓക്കേ ബഡി. സൂപ്പർ സ്പീഡോ, ഒരു ഹെലികോപ്റ്റർ നമ്മളെ അറ്റാക്ക് ചെയ്തില്ലേ? അത് ഈ ഡയറക്ഷനിലാണ് പോയത്. ഈ ലൊക്കേഷനിൽ കണ്ണെത്തും ദൂരത്ത് ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ. ആ ഹെലികോപ്റ്റർ തീർച്ചയായിട്ടും ഈ ഐലൻഡിൽ തന്നെയായിരിക്കും ലാൻഡ് ആയത്. വേഗം വാ. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അപ്പോ അത് ലാൻഡ് ആവാൻ ഹെലിപാഡും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. കണ്ടോ, ദേ അവിടെയുണ്ട് ഹെലിപാഡ്. വാ, നമുക്ക് താഴെ ഇറങ്ങാം. ഓക്കേ ബഡി.
സൂപ്പർ സ്പീഡോ, ഇനി നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. എല്ലാം വളരെ സൈലന്റ് ആയിട്ട് ചെയ്യണം. നീ ഫോർമുല നമ്പർ 25 അപ്ലൈ ചെയ്ത് നിന്റെ സൈസ് ചെറുതാക്കി മാറ്റ്. ഓക്കെ ബ്രോ, അതുപോലെ തന്നെ ചെയ്യാം. ഞാനൊരു ടോയ് കാറായി മാറിയേക്കാം. കിഡ്നാപ്പേഴ്സ് അക്കിറ്റോ അങ്കിളിനെ ആ റൂമിൽ അടച്ചു വെച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. ഫോർമുല നമ്പർ 578 അപ്ലൈ ചെയ്യ്. യെസ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 578. ഇതെല്ലാം കാറുകളാണോ അതോ ഫുട്ബോളാണോ? എങ്ങനെ വന്ന് വീഴുന്നതെന്ന് കണ്ടില്ലേ? സൂപ്പർ സ്പീഡോ, അക്കിറ്റോ അങ്കിളിനെ കിട്ടി. നമുക്ക് വേഗം പോവാം. ഓക്കേ ബഡി. താങ്ക് ഗോഡ്. അക്കേറ്റോ സാർ, നിങ്ങൾ വളരെ സേഫായി തിരിച്ചെത്തിയല്ലേ? ശരി, ഓക്കെ. എന്തായാലും കിഡ്നാപ്പറുടെ പ്ലാൻ നമ്മൾ ഫെയിൽ ആക്കി കളഞ്ഞില്ലേ? ഇല്ല മേയർ അങ്കിൾ, നമ്മള് കിഡ്നാപ്പേഴ്സിനെ പിടിക്കാത്തത് വരെ ഈ അപകടം അവസാനിക്കില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് കിക്കോ. നമ്മൾ എങ്ങനെയെങ്കിലും ആ കിഡ്നാപ്പറെ തേടി കണ്ടെത്തണം. തേടേണ്ട ആവശ്യമൊന്നുമില്ല ഫുട്ടോഷി അങ്കിൾ. ആ കിഡ്നാപ്പർ ഇപ്പൊ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഞാനോ? ഓ ഇല്ലില്ല, നിങ്ങളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അപ്പോഴേ നിങ്ങളോട് സംശയം തോന്നിയതാ. കിഡ്നാപ്പർ അക്കിറ്റോ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത ശേഷം പണം ഒന്നും ചോദിച്ചില്ല. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതേ ഉള്ളൂ. പക്ഷെ കേക്കോ, ഫുട്ടോഷി അങ്കിൾ അക്കിറ്റോ അങ്കിളിനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? കാരണം അയാള് ടോക്കിയോ സ്പോർട്സ് കമ്പനിയുടെ ചെയർമാൻ ആകാനാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലേ അക്കിറ്റോ അങ്കിളിന്റെ പവേഴ്സ് ഒക്കെ ഇയാൾക്ക് കിട്ടൂ. അല്ലല്ല, ഇതെല്ലാം വെറും പച്ച കള്ളമാണ്. കിക്കോ, നിന്റെ കൈവശം എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ആ കിഡ്നാപ്പേഴ്സ് നിന്നെ തട്ടിക്കൊണ്ടു പോയെന്നല്ലേ നീ പറഞ്ഞത്? ആ കാറ് നീ ഓടിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? അതായത് ആ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടല്ലോ, അത് നിന്റെ ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ആവില്ല. ശരി, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേഗാവട്ടെ, നിന്റെ കൈയൊന്ന് നീട്ടിക്കേ. ഈ ഫിംഗർ പ്രിന്റ്സ് എനിക്ക് കാറിന്റെ സ്റ്റിയറിംഗിൽ നിന്ന് കിട്ടിയതാ. അത് നിന്റെ ഫിംഗർ പ്രിന്റ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ കുടുങ്ങിപ്പോയി. അങ്ങോട്ട് നോക്കൂ.
കാരണം ഞാൻ ഈ സ്റ്റേഡിയം മുഴുവനും ലാൻഡ് മൈൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കളിക്കുന്ന കാര്യത്തിൽ ഞാൻ കിങ് ആണ്. ഞാൻ മാത്രം ജയിക്കും, മറ്റുള്ളവരെല്ലാവരും തോറ്റു പോകും. Super Speedo, Formula number 12. Yes, Kiko. Get ready to fly. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം നീ എന്റെ കയ്യിൽ വന്ന് കുടുങ്ങിപ്പോയി. ഡിറ്റക്റ്റീവ് ജെറ്റ്പെറ്റിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയി. എന്ന് വെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്ന് അത് നേരിട്ട് കാണുകയും ചെയ്തു. നിങ്ങൾ രണ്ടാളുമുള്ള സ്ഥലത്ത് അവിടെ എപ്പോഴും റോങ്ങിനെ റൈറ്റിനെ ഒരിക്കലും ജയിക്കാനാവില്ല.